അതിക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയത് നൊന്ത് പ്രസവിച്ച അമ്മ തന്നെയാണ്. തൃശ്ശൂർ പുതുക്കാട്ടിലാണ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയത്. ശനിയാഴ്ച അർദ്ധരാത്രി ബവിൻ എന്ന ചെറുപ്പക്കാരൻ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. മദ്യപിച്ചാണ് ഇയാൾ സ്റ്റേഷനിലെത്തിയത്. കയ്യിലൊരു ബാഗുണ്ടായിരുന്നു. പരസ്പര വിരുദ്ധമായാണ് ഇയാൾ സംസാരിച്ചത്. മാസം തികയും മുമ്പേ ജനിച്ച ആൺകുട്ടികൾ മരിച്ചെന്നും ആ കുട്ടികളുടെ അസ്ഥിയാണ് ബാഗിലുള്ളതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് പോലീസ് ബാഗ് പരിശോധിച്ചപ്പോൾ അസ്ഥികൾ കിട്ടി. അപ്പോഴാണ് ക്രൂരമായ കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. 2020 സമൂഹ മാധ്യമത്തിലൂടെയാണ് ബവിനും അനീഷയും പരിചയപ്പെട്ടത്. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വിവാഹത്തിന് മുമ്പ് 2021 ആദ്യ കുട്ടി ജനിച്ചു. പിന്നീട് 2023 രണ്ടാമത്തെ കുട്ടിയും ജനിച്ചു. ആദ്യ കുട്ടി പ്രസവത്തിൽ മരിച്ചെന്നാണ് ആദ്യം യുവതിയും കുടുംബവും പറഞ്ഞത്. രണ്ടാമത്തെ കുട്ടി കരഞ്ഞപ്പോൾ അനീഷ മുഖം പൊത്തിപ്പിടിച്ച് കൊന്നുവെന്നും പറഞ്ഞു. കുട്ടികളെ കുഴിച്ചിടുന്നത് അയൽവാസികൾ കണ്ടോ എന്ന് യുവതി സംശയിച്ചിരുന്നു. യുവാവിനോട് പറഞ്ഞപ്പോൾ മോക്ഷം കിട്ടാൻ അസ്ഥികൾ കടലിൽ ഒഴുക്കാമെന്ന് പറഞ്ഞു. യുവതി കൈമാറിയ അസ്ഥികൾ യുവാവ് സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചു. കടലിൽ ഒഴുക്കിയെന്നാണ് യുവതി വിശ്വസിച്ചിരുന്നത്. രണ്ടാമത്തെ കുട്ടി ജനിച്ച ശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതായി പോലീസ് പറഞ്ഞു. അനീഷ വേറെ വിവാഹം കഴിക്കാൻ പോകുന്നതായി ബവിന് സംശയമുണ്ടായി. വേറെ ഫോൺ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത് സംശയം വർദ്ധിപ്പിച്ചു. യുവതി ബന്ധമൊഴിഞ്ഞാൽ നേരത്തെ ഗർഭിണിയായി തെളിയിക്കാനാണ് കുട്ടികളുടെ അസ്ഥി വീട്ടിൽ സൂക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ഇരുവരും തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി. അനീഷയുടെ ഫോൺ ബിസി ആയതിനെ ചൊല്ലിയായിരുന്നു തർക്കം. തുടർന്ന് മദ്യപിച്ച ശേഷം ബവിൻ പോലീസ് സ്റ്റേഷനിലെത്തി അസ്ഥികൾ കൈമാറുകയായിരുന്നു. അസ്ഥി പരിശോധനയ്ക്ക് പോലീസ് ഫോറൻസിക് വിദഗ്ധരുടെ സേവനം തേടി. അസ്ഥി കുട്ടികളുടേതാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനിടെ 2 നവജാത ശിശുക്കളെയും അമ്മ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിൻ്റെ FIR. 2021 നവംബർ 6-നാണ് അനീഷ ആദ്യ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നത്. 2024 ഒക്ടോബർ 29-ന് രണ്ടാമത്തെ കുഞ്ഞിനെയും അനീഷ കൊന്നുവെന്നാണ് FIR-ലുള്ളത്. രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്ന ശേഷം മുണ്ടിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ വെച്ചു. ഓഗസ്റ്റ് 30-ന് മൃതദേഹം സഞ്ചിയിലിട്ട് ഭവിൻ്റെ അമ്മയുടെ വീട്ടിലെത്തി പറമ്പിൽ കുഴിച്ചിട്ടു. രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കുഴി 4 മാസങ്ങൾക്ക് ശേഷം തുറന്ന് അസ്ഥിയെടുത്തു. ആദ്യത്തെ കുഞ്ഞിൻ്റെ അസ്ഥി എടുത്തത് 8 മാസത്തിന് ശേഷമാണെന്നും FIR-ൽ പറയുന്നുണ്ട്.